നമസ്കാരം. ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് 3-ാം സ്ഥാനത്തേക്ക് എത്തിയത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എതിരാളികൾ ആഘോഷിക്കുന്നതും അനുകൂലികൾ പോര് കടുപ്പിക്കുന്നതുമായ കാഴ്ച കാണാനുണ്ട്. അതിനൊപ്പം ഗൗരവതരമായ ചില മാധ്യമ നിരീക്ഷണങ്ങളും ഉയർത്തപ്പെടുന്നു. ഇത് മൂന്നും പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏഷ്യാനെറ്റ് നിരന്തരം കലഹിക്കുന്നത് CPIM-ഉമായാണ്. വർഷങ്ങളായി പിണറായി വിജയൻ മുതൽ അങ്ങോട്ടുള്ള നേതാക്കളോടും CPM-നോടും വൈരനിര്യാതന ബുദ്ധിയോടെയാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നൽകുന്നത് എന്നതാണ് ഒരു ആരോപണം. രാവിലെ ഗുഡ് മോർണിംഗ് പരിപാടികളിൽ പോലും നേതാക്കളെയും പാർട്ടിക്കാരെയും ആവും പോലെ ആക്ഷേപിക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും അറിയാത്ത കാര്യങ്ങളിലേക്ക് പോലും വലിച്ചിഴക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ഏഷ്യാനെറ്റിനുള്ളത് എന്ന് CPM ആരോപിക്കുന്നു. മാത്രമല്ല, KT ജലീലിനെ അല്പനെന്നും ശ്രീരാമകൃഷ്ണൻ ഒരു പ്യൂണിന്റെ യോഗ്യത പോലും ഇല്ല എന്നും P രാജീവിനെ പോലുള്ള ദേശാഭിമാനി മാധ്യമപ്രവർത്തകരുടെ ഉപദേശത്തെക്കുറിച്ച് പരിഹാസ രൂപേണയും ഒക്കെ തുടർച്ചയായ ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ടി വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPIM നേതാക്കൾ ചർച്ചകളിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട പങ്കാളിത്തങ്ങളിൽ നിന്നും പിൻവലിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അടുത്ത കാലത്ത് ചിലരൊക്കെ ചർച്ചകൾക്ക് പോയി തുടങ്ങിയിട്ടുള്ളത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഔദ്യോഗിക ബഹിഷ്കരണം അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, 3-ാം സ്ഥാനത്തേക്ക് ബാർക്ക് റേറ്റിംഗിൽ എത്തിയത് അതുകൊണ്ട് തന്നെ CPM അനുകൂലികൾ പ്രത്യേകിച്ചും കാര്യമായി തന്നെ ആഘോഷിക്കുന്ന ഒരു കാഴ്ച ആദ്യം നമുക്ക് കാണാം എന്നുള്ളതാണ്. സാധാരണ ചാനൽ റേറ്റിംഗ് ഒന്നും അത്രയധികം വാർത്താ പ്രാധാന്യമുള്ളതല്ല. അതായത് ഇപ്പോൾ പത്രങ്ങളിലൊന്നും അത് വാർത്തയാവില്ല. എന്നാൽ ഈ 3-ാം സ്ഥാനം ദേശാഭിമാനി ഒരു വാർത്തയിലൂടെ ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഒരു പ്രതികാര നിർവഹണത്തിനുള്ള അവസരം കൂടിയാക്കി അവർ എടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ ദേശാഭിമാനി ബാർക്ക് റേറ്റിംഗിനെ കുറിച്ച് ഒരു പ്രത്യേക വാർത്ത തന്നെ നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിനെ തുടർച്ചയായി തള്ളി പ്രേക്ഷകർ എന്ന തലക്കെട്ടിലാണ് അവർ വാർത്ത നൽകിയിട്ടുള്ളത്. ഞാൻ ആ വാർത്തയുടെ പ്രധാന ഭാഗം വായിക്കാം. CPM-നും LDF സർക്കാരിനുമെതിരെ 24 മണിക്കൂറും പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെ തുടർച്ചയായി തള്ളി പ്രേക്ഷകർ. ബാർക്ക് റേറ്റിംഗിൽ വർഷങ്ങളോളം 1-ാം സ്ഥാനത്തായിരുന്ന ചാനൽ 3-ാം സ്ഥാനത്തെത്തി. ചാനൽ ഉടമ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായതോടെ സംഘപരിവാർ ജിഹ്വയായി. പല അവതാരകരും സ്വന്തം രാഷ്ട്രീയ പക ചാനലിലൂടെ CPM-നെതിരെ വിളമ്പാനും തുടങ്ങിയതോടെ പ്രേക്ഷകർ മടുത്ത് മറ്റ് ചാനലുകളിലേക്ക് ചേക്കേറി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം അടക്കം സുപ്രധാന സമയങ്ങളിലെല്ലാം കൂപ്പുകുത്തി. മുന്നിലുള്ള ചാനലുകളുമായി വലിയ അന്തരവും ഉണ്ട്. CPIM വിരോധം സ്വഭാവമാക്കിയ മനോരമ മുമ്പേ തന്നെ റേറ്റിംഗിൽ താഴെയാണ്. ചാനൽ മുഖം മിനുക്കിയിട്ടും പ്രേക്ഷകർ അടുത്തില്ല. റിപ്പോർട്ടർ 24 ചാനലുകളാണ് മുന്നിൽ എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത. ഒരുപക്ഷെ ഒരു പത്രം ചാനലിൻ്റെ ബാർക്ക് റേറ്റിംഗ് വാർത്തയാക്കുന്ന തരത്തിലേക്കുള്ള സാധാരണ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മാറ്റമാണ്, ചരിത്രപരമായ മാറ്റം എന്ന് ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ പറയാവുന്ന രീതിയിലുള്ളതാണ്. ഏഷ്യാനെറ്റ് ഒരു ഏകഛത്രാധിപതിയായി 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്ന കാലങ്ങളായിരുന്നു. അടുത്ത കാലത്താണ് അതിൽ മാറ്റം ഉണ്ടായത്. എന്തായാലും ഇതാണ് ദേശാഭിമാനിയുടെ കാഴ്ചപ്പാട്. അത് CPM-ൻ്റെ കൂടി ഒരു പ്രതികാര നിർവഹണം അതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞതും ഈ ഒരു സാഹചര്യത്തിലാണ്. അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ പൊതുവായി പറയപ്പെടുന്നത്, നമുക്ക് ഒരു സൈക്കോളജി ഇതിനകത്തുണ്ട്. ന്യൂസ് ചാനലുകൾ കാണുന്നത് ഒരു സംഘർഷം ആസ്വദിക്കുന്ന പോലെ, ഒരു സീരിയലോ സിനിമയെ ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതിൻ്റെ വേറൊരു ഫോർമാറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ചയാണെങ്കിൽ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കമാണല്ലോ. അല്ലെങ്കിൽ വാർത്തയാണെങ്കിൽ പോലും അതിൻ്റെ 2 സൈഡും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ സമീപകാലത്തുണ്ടായൊരു ഇപ്പോൾ ദേശാഭിമാനി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം, അത് ഏകപക്ഷീയമാകുമ്പോഴുള്ള ഒരു സാധ്യത എതിരാളികൾ മൊത്തമായിട്ട് വരും. ഇപ്പോൾ CPM-നെതിരെയാണെങ്കിൽ BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം വരും. കൂടുതൽ അവരായിരിക്കുമല്ലോ. CPM-മാർ വേറൊരു അങ്ങനത്തെ അനുകൂലികളായിരിക്കുമല്ലോ. പിന്നെ പൊതുവായ വിഷയങ്ങളിൽ താല്പര്യമുള്ള കാര്യം, ഇപ്പോൾ ആശുപത്രിയുടെ ഒരു വാർത്ത വരുമ്പം അതിൻ്റെ പ്രശ്നം എല്ലാ പാർട്ടിക്കാർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം അതിൻ്റെ എല്ലാ ഭാഗവും പരിശോധിക്കപ്പെടാതിരിക്കുമ്പോൾ അതിനെ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അത് കാണില്ല. അവർക്കും അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അവർ ഈ തർക്കമുള്ള സ്ഥലത്തേക്ക് പോകും. ഏകപക്ഷീയമായി കുറേ പേരിരുന്ന് ഒരേ ആൾക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഇത് തന്നെയാണ് അവിടെ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ആ വാർത്തയോട് ചേർന്ന് നിൽക്കുന്ന ആളും ആ സ്ഥിതിയിലേക്ക് വരില്ല, അത് കാണാൻ ആഗ്രഹിക്കില്ല എന്നുള്ളൊരു സൈക്കോളജി അതിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ പാർട്ടിക്കാരല്ലാത്ത ചിലരും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയിലേക്ക് ഏർപ്പെടുന്നുണ്ട്. അനുഭാവികൾ എന്നുള്ള നിലയിലുള്ള ചർച്ച വരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സംഘപരിവാർ പ്രചരണമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും അത് ചരിത്ര മുഹൂർത്തമാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നത്. അദ്ദേഹം ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഒരു പോസ്റ്റ് ഇടാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്: റിപ്പോർട്ടറിൻ്റെയോ 24-ൻ്റെയോ വാർത്താ രീതികളോടും സമീപനങ്ങളോടും പൂർണ്ണമായി യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. വിയോജിപ്പുകൾ അപ്പോൾ പ്രകടിപ്പിക്കാറുമുണ്ട്. എന്നിരുന്നാലും മലയാള മാധ്യമ രംഗത്ത് ഞങ്ങളാണ് എന്നും 1-ാം സ്ഥാനത്ത് എന്ന് അലമുറയിട്ട് കൊണ്ടേയിരിക്കുന്ന ഒരു ചാനലിൻ്റെ ചെകിട്ടത്ത്
സമയത്ത് പ്രേക്ഷകർ ആഞ്ഞടിക്കുമ്പോൾ അത് കാണുന്നതിൽ ഒരു സുഖമുണ്ട്. സംഘപരിവാര അജണ്ടകൾക്ക് കേരളത്തിലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കൃത്യമായ പ്ലാനിങ്ങോടെ പതിറ്റാണ്ടുകൾ പണിയെടുത്തിട്ടുള്ള ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൈകളിൽ എത്തിയതോടെ ആ അജണ്ടകൾ മറനീക്കി പുറത്തു വന്നു എന്ന് മാത്രം. കേരളത്തിലെ വീടുകളിലെ അകത്തളങ്ങളിലേക്ക് സംഘപരിവാരത്തിൻ്റെ കൊടും വിഷം അന്തിച്ചർച്ചകളിലൂടെ ദിനേന വർഷിച്ചുകൊണ്ടിരുന്നു എന്നതാണ് പകയുടെ രാഷ്ട്രീയത്തിന് ഏഷ്യാനെറ്റ് നൽകിയ ഏറ്റവും വലിയ സംഭാവന. BJPക്കോ സംഘപരിവാരത്തിനോ ഒരു സ്റ്റേക്കുമില്ലാത്ത വിഷയങ്ങളിൽ പോലും അവരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി വേണ്ടത്ര സമയം നൽകി കേരളത്തിൻ്റെ ബഹുസ്വര സംസ്കാരത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു അവർ. ഒരുതരം ആത്മനിർവൃതിയോടെയാണ് അതിലെ അന്തിച്ചർച്ച അവതാരകർ ആ ദൗത്യം നിർവഹിച്ചത്. ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാത്ത പാർട്ടിക്കായിരുന്നു അവരുടെ ചർച്ചകളിൽ എന്നും ആധിപത്യം. വായിൽ വന്നതെന്തും വിളിച്ചു പറയുന്ന കെ സുരേന്ദ്രനെ പോലൊരു രാഷ്ട്രീയ നേതാവ് പോലും ഏഷ്യാനെറ്റ് ചർച്ചകളുടെ ബൈ പ്രൊഡക്റ്റാണ്. സമൂഹത്തിൽ വലിയ തോതിൽ വിഭജനമുണ്ടാക്കുന്ന വിഷയങ്ങൾ ദിവസേന കണ്ടെത്തുകയും അത്തരം വിഷയങ്ങളെ ആളിക്കത്തിക്കുകയും അതിൽ സംഘപരിവാര പ്രചാരണങ്ങൾക്ക് വേണ്ടത്ര സ്പേസ് നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭൂമികയിലേക്ക് ഏഷ്യാനെറ്റ് ഈ കൊടിയ വിഷങ്ങളെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നത്. BJP മുതലാളിയുടെ പൂർണ്ണ ആധിപത്യത്തിൽ എത്തിയ ശേഷമുള്ള ഒരു പ്രത്യേകത അന്തിച്ചർച്ചകളിൽ സംഘി മേധാവിത്വം സമ്പൂർണ്ണമായി എന്നത് മാത്രമാണ്. 5 പേർ ഒരു ചർച്ചയിലുണ്ടെങ്കിൽ അതിൽ 3 പേർ സംഘികളായിരിക്കും. അവതാരകനടക്കം 4 പേരാകും മൊത്തം. വിഷയം പ്രാദേശികമായിക്കോട്ടെ, ദേശീയമായിക്കോട്ടെ, അന്താരാഷ്ട്രമായിക്കോട്ടെ, ശങ്കരനും പണിക്കരും ഇല്ലാത്ത ഡിബേറ്റ് ഇല്ല. അവതാരകനടക്കം 3-4 മോദി ഭക്തന്മാർ നിരന്നിരുന്ന് അതിനെതിരെ സംസാരിക്കുന്ന ഒരാളെ കൊന്നു തിന്നു. അവരുടെ അന്തിച്ചർച്ചകളുടെ ഇപ്പോഴത്തെ പാറ്റേൺ അതാണ്. കേരളത്തിൽ സംഘപരിവാരം രണ്ടാം കക്ഷിയായി വരണമെങ്കിൽ CPM ഇല്ലാതാകണമെന്ന് മനസ്സിലാക്കി എല്ലാ അർത്ഥത്തിലും അജണ്ടകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ്. അത് അവരുടെ വാർത്തകളെയും വാർത്തകളുടെ പ്രയോറിറ്റികളെയും നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യമാകും. ദീർഘിപ്പിക്കുന്നില്ല. ഏഷ്യാനെറ്റിനെയും അവരുടെ സംഘി അജണ്ടകളെയും കൃത്യമായി തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് എതിരിലുള്ള നിലപാടുകൾ ഈ പ്രൊഫൈലിലും, അതായത് ബഷീർ വള്ളിക്കുന്നും നിരന്തരം ആവർത്തിക്കുന്നത്. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് പതിറ്റാണ്ടുകളോളം ആധിപത്യം പുലർത്തിയ ഈ അജണ്ടകളുടെ 1-ാം സ്ഥാനത്തെ പിറകിലാക്കി മറ്റ് ചാനലുകൾ മുന്നോട്ട് പോകുമ്പോൾ അവരോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ആഘോഷിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നതും അതുകൊണ്ട് തന്നെയാണ്. സംഘപരിവാറിന് വേണ്ടിയുള്ള ഗീർവാണങ്ങൾ ഇനി നേരോടെ നിർഭയം 3-ാം സ്ഥാനത്ത് എന്നാണ് ബഷീർ വള്ളിക്കുന്ന് പരിഹാസത്തോടെ എഴുതുന്നത്. ബഷീർ വള്ളിക്കുന്നിൻ്റെ നിരീക്ഷണത്തിൽ ആ ഒരു മുഴുവൻ കലിപ്പും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേസമയം മലയാളികൾക്ക് സുപരിചിതനായിരുന്ന മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ അധ്യാപകൻ SR സഞ്ജീവിൻ്റെ നിരീക്ഷണം മാധ്യമ രംഗത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുന്ന ആളുകൾക്ക് ഒരു പാഠപുസ്തകം എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ കൂടിയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സമീപനങ്ങളിൽ എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ള ആഗ്രഹത്തിനപ്പുറത്തേക്ക് അത് എതിരാളികൾക്ക് പോലും അനുകൂലമായ നിലയിലോ പ്രതികൂലമായ നിലയിലോ എന്നുള്ളതിലല്ല, എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും തൃപ്തി നൽകുന്ന, അവരുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ തൃപ്തിയല്ല, വാർത്ത സ്വീകാര്യതയിൽ തൃപ്തി നൽകുന്ന, സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിൽ തൃപ്തി നൽകുന്ന വാർത്തയായിരിക്കണം നൽകേണ്ടത് എന്നുള്ള ഒരു സന്ദേശം SR സഞ്ജീവിൻ്റെ പോസ്റ്റിലുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വൈകുന്നേരം ഏഷ്യാനെറ്റ് ന്യൂസ് യൂട്യൂബിലിട്ട് കേട്ടുവരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് വാർത്തയാണ് തിളച്ചു മറിയുന്നത്. ആങ്കർ അനൂപ് ധാർമ്മിക രോഷത്താൽ കത്തിക്കാളുകയാണ്. സാധാരണ വാർത്താ അവതാരകർ ഡിബേറ്റിലല്ല മറ്റ് സമയത്ത് വാർത്ത അവതരിപ്പിക്കുന്ന ആളുകൾ പറയാത്ത വിധം അഭിപ്രായങ്ങളും മുദ്രാവാക്യങ്ങളും ശാപവും അട്രിബ്യൂഷൻ ഇല്ലാത്ത വാചക കസർത്തുകളും അന്തിച്ചുപോയി. വൈകിട്ട് FB തുറന്നപ്പോൾ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസ് 3-ാം സ്ഥാനത്ത് എന്ന്. അതോടെ അമ്പരപ്പ് മാറി. അലർച്ചയും വാചാടോപവും തള്ളും ഫസ്റ്റ് പേഴ്സണിൽ ആധികാരികമായി അബദ്ധം പറയുന്നതും ചേർന്നാൽ റേറ്റിംഗ് കുതിച്ചുയരുക എന്നതാണല്ലോ നമ്മളെ പതിവ്. റേറ്റിംഗിൽ റിഗ്ഗിംഗ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം ടെലിവിഷൻ്റെ കൊട്ടകയിലെ ആൾ കയറും. വിളിച്ചു കയറ്റാൻ വൈറൽ കട്ടുമുണ്ട്. കയറാൻ തയ്യാറായി ജനം നിൽക്കുമ്പോൾ ഈ ചാനലുകാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് സാധനം വിൽക്കാനാണ് എന്നായിരിക്കും അവരുടെ മറുപടി. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ വേണമെങ്കിൽ ഇതൊക്കെ കാണുക, അല്ലെങ്കിൽ സ്വന്തം പണി നോക്കി പോവുക. ഒരു ജനതയ്ക്ക് അവർ അർഹിച്ച ഭരണാധികാരികളെ മാത്രമല്ല മാധ്യമങ്ങളെയും ലഭിക്കും. ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല, അതിന് TV തന്നെ വേണം. തലക്കഷ്ണം. ഈ പ്രതിഭാസത്തെ നമുക്ക് അർണാദം എന്ന് വിളിക്കാം. അർണബ് ഗോസ്വാമിയെ കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത്. അതായത് അർണബിൻ്റെ അർമാദം. ക്യാമറയുടെ മുന്നിൽ റിപ്പോർട്ടിംഗ് ആങ്കറിങ്ങിന് പകരം ആംഗ്രി ഫേക്ക് ആകുന്നവർക്ക് പിടിപെടുന്ന പ്രത്യേകതരം സ്വഭാവ വിശേഷത്തെയും അതിൻ്റെ പ്രകടന പരതയെയുമാണ്
പോസ്റ്റ്മാൻ നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി, ഇതൊരു ജേർണലിസം ട്യൂഷൻ ക്ലാസിൻ്റെ അവസ്ഥാന്തരമല്ലേ എന്ന് പുച്ഛിക്കുന്നവരോട് അതെ അത് തന്നെ എന്നാണ് SR സഞ്ജീവ് പറയുന്നത്. അദ്ദേഹം പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് പലതും നിങ്ങളും ആലോചിച്ചിരുന്നതായിരിക്കാം. ചാനലുകളിൽ ചിലപ്പോൾ ചാനൽ ചർച്ചകളിൽ അങ്ങേയറ്റം ചാനൽ ചർച്ചകളിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഇങ്ങനെയുള്ള എഡിറ്റോറിയലൈസ്ഡായ അഭിപ്രായങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് സമർത്ഥിക്കാവുന്ന ഒരു ചർച്ചാരൂപം അവതരിപ്പിക്കാം. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. പലപ്പോഴും അവതാരകർ, അതായത് വാർത്താ അവതാരകർ, വാർത്തയ്ക്കൊപ്പം അവരുടെ കലിപ്പും വൈര്യനിര്യാതന ബുദ്ധിയും, അവർക്ക് ഏതെങ്കിലും ഒരു വില്ലനെ സൃഷ്ടിച്ച് അവരെ റെഡിയാക്കാനുള്ള സമീപനമൊക്കെ അതിനകത്ത് കാണാം. ഏതെങ്കിലും പാമ്പ് വലയിൽ കുടുങ്ങിയ വാർത്തയിൽ പോലും അവർക്ക് കലിപ്പുള്ള ഒരു നേതാവിൻ്റെ പേര് നൈസായിട്ട് പറയാം. അതുപോലെയാണ് ഇതെന്ന് പറയും. അമ്മാതിരി വാർത്താ അവതരണം, റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകൻ അനൂപ് ബാലേന്ദ്രനിലൂടെയാണ്. അനൂപ് ഫേസ്ബുക്കിൽ ഔദ്യോഗികമായ വിശദീകരണം കുറിച്ചു. 3-ാം സ്ഥാനമൊന്നും പ്രശ്നമല്ല, തങ്ങളുടെ സമീപനം തുടരും, വെല്ലുവിളി തുടരും എന്ന പ്രഖ്യാപനം കൂടി അടങ്ങുന്ന അത്യാവശ്യം ഇങ്ങോട്ട് നേടിയതിൻ്റെ അതേ കലിപ്പിൽ അങ്ങോട്ട് എഴുതിയ ഒരു കുറിപ്പാണ്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: മകളുടെ ശസ്ത്രക്രിയയ്ക്കൊപ്പം പോയ അമ്മയാണ് പ്രാണൻ നഷ്ടപ്പെട്ട് കിടക്കുന്നത്. മുഖം കഴുകാൻ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ തുറന്നു കിടന്ന ശുചിമുറിയിൽ കയറുമ്പോൾ കെട്ടിടം തകർന്ന് ഇഷ്ടികക്കൂട്ടത്തിൽപ്പെട്ട് ആ അമ്മയുടെ ജീവൻ പിടയുമ്പോൾ 2 മന്ത്രിമാരും ആശുപത്രി സൂപ്രണ്ടും ജീവൻ രക്ഷാപ്രവർത്തനത്തിന് പകരം ഇമേജ് രക്ഷാ തത്രപ്പാടിലായിരുന്നു. ആ മൂവരുടെ ചെയ്തികൾ കേരളം തത്സമയം കണ്ടതാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ഈ ദിവസം ഇത്രയെങ്കിലും ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്ന ചോദ്യം അല്ലാതെ മറ്റെന്താണ് അധികാരികളോട് ചോദിക്കേണ്ടത്? ഇനിയും ചോദിക്കും, വിമർശിക്കും. ചോദിക്കാനല്ലാതെ ഭരണാധികാരികളുടെ ശ്രുതിപ്പെട്ടിയാകലല്ലോ മാധ്യമപ്രവർത്തനം. താളത്തിൽ ട്യൂഷൻ എടുക്കുന്നവർക്ക് അസ്വസ്ഥപ്പെട്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയുന്നു: സ്റ്റേറ്റുകാരുള്ള മുൻ സഹപ്രവർത്തകരെ സുഖിപ്പിക്കാനോ അതല്ല തഴമ്പ് സർട്ടിഫിക്കറ്റുമായി ഈ ജോലി നിർത്തി പിൻവാതിൽ പണിക്ക് പോകാനേ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ആട്രിബ്യൂഷൻ കുറച്ച് കുറവാണ്, സാറുമാർ ക്ഷമിക്കണം. ഇതാണ് അനൂപ് ബാലേന്ദ്രൻ കുറിക്കുന്നത്. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സമീപനം എന്ന് അനൂപിൻ്റെ പോസ്റ്റിൽ വ്യക്തമാണ്. അത് നമുക്ക് നേരത്തെ വിമർശിക്കപ്പെട്ട പോസ്റ്റുകളിലൊക്കെ പറയുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോയി 1-ാം സ്ഥാനത്ത് നിന്നത്, ഇതുപോലെ തന്നെ തുടരും എന്ന്. ഇതുവരെയുള്ള വിമർശനങ്ങളിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവരുടെ ദൗത്യം. കഴിഞ്ഞ ദിവസം ശാസ്ത്രപ്രചാരകൻ വൈശാഖൻ തമ്പി നടത്തിയൊരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. മലയാള മാധ്യമ രംഗത്തെ ഇപ്പോഴത്തെ പ്രവണത ചൂണ്ടിക്കാട്ടിയ ഒരു പ്രസംഗമാണ്. അതിലെ ഒരു പോയിന്റ് ഇങ്ങനെയാണ്: ഒരു അപകടം ഉണ്ടായാൽ കേരളത്തിലെ ചാനലുകൾ, മാധ്യമങ്ങൾ ആദ്യം ഒരു വില്ലനെ കണ്ടെത്തും, എന്നിട്ട് തല്ലിക്കൊല്ലും. അതോടെ അവർക്ക് സമാധാനമായി. എന്നിട്ട് അവർ അടുത്ത സംഭവത്തിലെ വില്ലനെ തേടിപ്പോകും. വില്ലനെ കണ്ടെത്തും വരെ അക്രാമകമായ വാചാടോപങ്ങൾ. ആ വില്ലൻ ആരാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നാൽ അവർ പ്രഖ്യാപിച്ച വില്ലനെ തല്ലിക്കൊന്നതിന് ശേഷവും ആ പ്രശ്നം അവിടെ കിടക്കും. കാരണം അത് പരിഹരിക്കപ്പെടേണ്ടത് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു സാങ്കല്പിക വില്ലനെ ഉണ്ടാക്കി, ഇപ്പോൾ പതിവായിട്ട് ഒരു വില്ലനാണല്ലോ, അയാളെ കണ്ടെത്തി അയാളെ തല്ലിക്കൊല്ലുക എന്നതല്ല. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഉള്ള ആത്മാർത്ഥമായ ശ്രമമല്ല ഈ മാധ്യമപ്രവർത്തനം എന്ന് വ്യക്തവുമാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. തങ്ങളുടെ ഡയലോഗുകൾക്കനുസരിച്ച് നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു വില്ലനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന മാധ്യമപ്രവർത്തനത്തിലെ ഭൂരിഭാഗം സമീപനവും. അങ്ങനെ ചുരുങ്ങിയ ഒരു സാഹചര്യത്തെയാണ് ഈ കാലത്ത് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. അതിന് ക്ലാസ് എടുപ്പും ഭരണാധികാരികളുടെ സ്തുതിപ്പെട്ടിയും ഒക്കെയുള്ള വാക്കുകൾ വെച്ച് രഞ്ജി പണിക്കർ ഡയലോഗിൻ്റെ പാരഡി എഴുതുകയല്ലല്ലോ ഏഷ്യാനെറ്റിനെ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത്. കാര്യം പ്രസക്തമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ ചർച്ചകൾ ഇനിയും തുടരാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം: ആജീവനാന്തം ഏഷ്യാനെറ്റ് ന്യൂസ് 3-ാം സ്ഥാനത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതൊരു വസ്തുതയാണ്. ബാർക്ക് റേറ്റിംഗിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കും. അവർ മുന്നോട്ടും വന്നേക്കാം. അതുകൊണ്ട് ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രശ്നം ഇല്ലാതാകുന്നില്ല. അത് ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ടതല്ല, അത് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള ചർച്ചകൾ ഇനിയും നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ ആഴ്ചയിൽ ഇങ്ങനെ ഒരു റേറ്റിംഗ് വന്നപ്പോൾ രസകരമായൊരു ചർച്ച ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഈ സാഹചര്യത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും മനുഷ്യർ ചാനലുകൾ കാണുകയും കണ്ട് വാർത്ത അറിയുകയും വാർത്തക്കുള്ളിൽ തിരികെ അജണ്ടകൾ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ത്രാണി ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആളുകൾ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.